അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രാവിലെ മുതൽ വാട്സപ്പിലൊക്കെ ഒരു സർക്കുലർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചുള്ള ഒരു സർക്കുലർ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നറിയാൻ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ വിശദീകരണം നൽകുകയാണ് ആ സർക്കുലർ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. സർക്കുലർ മക്തബുൽ ജാലിയാത്തുകൾക്കാണ്. അതായത് ജാലിയാത്തുകൾ എന്ന് പറഞ്ഞാൽ, മക്തബുൽ ജാലിയാത്തുകൾ എന്ന് പറഞ്ഞാല് സൗദി അറേബ്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള അന്യരാജ്യത്തെ ആളുകൾക്ക് ദഅവത്ത് നടത്താനുള്ള മക്തബുകൾ ആണ് ജാലിയാത്ത് പറയുന്നത്. അത് താവിനിയാണ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആളുകൾ എല്ലാവരും പൈസ പിരിച്ചിട്ടും പിന്നെ കുറച്ച് ഗവൺമെന്റ് സഹായം അങ്ങനെ നടക്കുന്ന മക്തബ് ജാലിയാത്തുകളിലാണ് നമ്മളെ ദഅവത്തുകളൊക്കെ നടത്താറുള്ളത്. പുറത്തു വരുന്ന ആളുകളുടെ ദഅവത്തൊക്കെ ശ്രദ്ധിക്കണം അവരാണ്. അപ്പൊ അത്തരം മക്തബുകൾക്ക് കൊടുക്കുന്ന ഒരു സർക്കുലറാണിത്. വസാറത്ത് ശുഊനുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ഇസ്ലാമിക കാര്യങ്ങളുടെ മന്ത്രാലയത്തിന്റെ മക്ക യൂണിറ്റിന്റെ മുദീർ ഫർഉൽ വസാറ, അതിന്റെ മുദീറിന്റെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പള്ളികളുടെയും ദഅവത്തിന്റെയും കാര്യങ്ങൾ നോക്കുന്ന വസാറയുണ്ട്, അതിന്റെ വക്കീല്, അദ്ദേഹത്തിന്റെ സർക്കുലറിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ കൊടുക്കുന്നത്. അതായത് 22/9/1436 എന്ന് പറഞ്ഞാല് റമദാന് 1436 ഗ്രാൻഡ് മുഫ്തിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ അയക്കുന്നത് എന്ന് അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് മുഫ്തിയുടെ കത്തിലുള്ള കാര്യം വക്കീലിന്റെ സർക്കുലറിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ബിശഅനിൽ മഅലൂമാത്തിൽ മർഫൂഅത്തി അനിൽ അമീനുൽ ആം ലി മർകസ് സഖാഫത്ത് സുന്നിയ ഫി കേരള അൽ ഹിന്ദ്, ഇന്ത്യയിലെ കേരളത്തിലുള്ള മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തിക്കും അതുപോലെ അയ്യത്ത് കിവാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അബൂബക്കർ അഹമ്മദ് മൗലവി മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് അബൂബക്കർ അഹമ്മദ് എന്നതിൽ അറിയപ്പെടുന്നത്. വദാലിക ലിമാ ഉരിഫ അൻഹു അൽ ഗുലൂബ് ഫി മഹബ്ബത്തിൽ ഔലിയാഇ വസ്സാലിഹീൻ. ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കത്ത് മുഫ്തി പുറത്തിറക്കിയുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിൽ നിന്ന് അറിയപ്പെട്ടിട്ടുള്ളത് ഔലിയാക്കളുടെ കാര്യം സ്നേഹിക്കുന്ന കാര്യത്തിലുള്ള അതിര് കവിയല്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അതിര് കവിയല്, അവരെ പരിശുദ്ധിപ്പെടുത്തുക, അവരെ അവിടുന്ന് തവസ്സുൽ ചെയ്യുക, ഇങ്ങനെയുള്ള അതിര് കവിഞ്ഞ പ്രവർത്തനങ്ങൾ ഇയാൾ ഇന്ന് അറിയപ്പെട്ടതാണ്. വഅന്നഹു മിൻ കിബാരി മശായിഖ് തായിഫത്തിൽ ബറേലവി ഫി ജനൂബിൽ ഹിന്ദ്. ബറേലവികൾ എന്ന് പറഞ്ഞ ഖബറിന് സുജൂദ് ചെയ്യുന്ന വിഭാഗമാണ്. അതിന്റെ വലിയ മശായിഖുകളിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. തെക്കേ ഇന്ത്യയിലെ വലിയ മശായിഖിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ബറേലവികളാണ് എന്ന് അവർ തന്നെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അഹമ്മദ് റസാഖാൻ ബറേലിന്റെ ചരിത്രം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ അതിന്റെ മശായിഖിൽപ്പെട്ട ഒരാളാണെന്ന് ഇപ്പൊ ബോധ്യായി. വല്ലത്തി തഹ്തഫി ബിഹിൽ ജാലിയാത്തുൽ ഹിന്ദിയ ഫി മക്കൽ മുക്കറം വൽ മദീനത്തുൽ മുനവ്വറ. മാത്രല്ല, ഈ ഒരു ബറേലവിയത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഇപ്പോ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ട്. അതായത് ഇവിടുത്തെ ജാലിയാത്തുൽ ഹിന്ദിയ, മക്കാരും മദീനക്കാരുമായ ആളെ പറ്റിയല്ല പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ സമൂഹങ്ങൾ, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഖാസത്തൻ ജാലിയാത്ത് വിലായത്തിക്കല്ല, പ്രത്യേകിച്ചും കേരളത്തിലെ ആളുകൾ, അയാള് ഇദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബറേലികൾ ഇവിടെ ഉണ്ട് എന്നർത്ഥം. തൗജീഹു ബി അദമി തആമുലി മഅൽ മദ്കൂർ വ തഹദീർ മിൻഹു. അതുകൊണ്ട് ഇയാളുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ പാടില്ല, ഇയാളെ കൊണ്ടുപോവുകയോ പരിപാടി സംഘടിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അയാളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും വേണം, ആളുകളോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വാമുൽ ഇസ്തിലാഅ വൽ അമല ബി തൗജീഹ് ഹിയാല തഹദീർ മിൽ മദ്കൂർ വ അദമു തആമുലി മഅഹു. ഇതെല്ലാവരും ഈ സർക്കുലർ വായിക്കണം. ഇതിന്റെ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പ്, ഇയാളെ കുറിച്ചുള്ള മുന്നറിയിപ്പും ഇയാളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്നതും അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണുള്ളത്. ജിദ്ദയിലുള്ള ഔഖാഫിന്റെയും പള്ളികളുടെയും ദഅവത്തിന്റെയും ഒക്കെ മുദീറായിട്ടുള്ള അലി അഷ്ഷംറാനിയാണ് കത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഇത് പല ജാലിയാത്തുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇയാളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇയാളെ കുറിച്ച് എന്താ ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്നപ്പോ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറിയുന്നതാണ്. ഏതായിരുന്നാലും ഇവിടെ ഈ തൗഹീദിന്റെ നാട്ടിൽ വന്നിട്ട്
സാധാരണക്കാരെ വഞ്ചിക്കുക മാത്രമല്ല, ഇവിടുത്തെ പണ്ഡിതന്മാരെയും ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് തലത്തിൽപ്പെട്ട ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് തൗഹീദിന്റെ ആളായി ഞെളിഞ്ഞ് ഇവിടെ പറ്റിച്ച് പണം വാങ്ങി ആളുകളെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന ഒരാളാണിത്. അയാളെ കുറിച്ചുള്ള ഒരു സർക്കിൾ ഇത് ചെറിയ കാര്യമല്ല. എന്നായിരുന്നാലും ഇത് അള്ളാഹു അദ്ദേഹത്തിന് കുറച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു സന്ദർഭമാണിത്. ഇനിയും ഇതുപോലുള്ള ഖുറാഫികളെ ഈ തൗഹീദിന്റെ നാട്ടിൽ നിന്ന് തുരത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.